മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊളിയുന്നു. DGP ജേക്കബ് തോമസിനെതിരെ ഒട്ടേറെ പരാതികൾ ലഭിച്ചിരുന്നു എന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നത് ജേക്കബ് തോമസിനെതിരെ പരാതികൾ ഒന്നും ലഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊള്ളയെന്ന് വ്യക്തമാകുന്നു. വിശദാംശങ്ങളുമായി ബിജേഷ് ചേരുന്നു. ബിജേഷ്, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊള്ളയാണെന്ന് വെളിവാകുന്നത്? തെളിവായി ഏത് രീതിയിൽ കാര്യങ്ങളെ സമർത്ഥിക്കാൻ കഴിയും? പ്രജീഷ്, കഴിഞ്ഞ മാസം 16-ാം തീയതിയായിരുന്നു ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ DGP ആയിരുന്ന ജേക്കബ് തോമസിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിയമിക്കുന്നു എന്നുള്ള ഒരു ഉത്തരവ് തീരുമാനം പറഞ്ഞിരുന്നത്. പക്ഷേ അത് അത്തരത്തിൽ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ജേക്കബ് തോമസിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മേധാവി സ്ഥാനത്ത് നിന്നും മാറ്റാൻ തീരുമാനമായിരുന്നത്. പക്ഷെ അത്തരത്തിൽ ഒരു പരാതികൾ, റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈന്റുകളൊന്നും തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടില്ല എന്നൊരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വിവരാവകാശ പ്രവർത്തകനായ DB ബിനു വിവരാവകാശ വഴി ചോദിച്ചതിനുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ ഈ വിവരം ലഭിച്ചിരിക്കുന്നത്. വാക്കാലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത് എന്ന് പറയുന്നു. പോലീസ് ആക്ട് 97 പ്രകാരം ഒരാളെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിൽ മേധാവി അടക്കം SI വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാതെ 2 വർഷം വരെ തലസ്ഥാനത്ത് നിർത്തണം. ഇനി അത്തരത്തിൽ അവരെ സ്ഥലം മാറ്റണമെങ്കിൽ തന്നെ കൃത്യമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥലം മാറ്റാൻ സാധിക്കൂ എന്നാണ് പോലീസ് ചട്ടം പറയുന്നത്. അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിലും അത്തരമൊരു തീരുമാനമുണ്ടായത് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ബിജേഷ്, അന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം അത് തന്നെയായിരുന്നു നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ കഴിയുമായിരുന്നത്. കാരണം ജേക്കബ് തോമസിനെതിരെ പരാതികൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മാറ്റിയത്. ഒഫീഷ്യൽ വിശദീകരണം എന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ വ്യാഖ്യാനങ്ങളൊന്നുമല്ല, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. അങ്ങനെ ചട്ടങ്ങൾ എല്ലാം അല്ലെങ്കിൽ കാറ്റിൽ പറത്തിക്കൊണ്ടാണ്, യാതൊരു പരാതിയും ലഭിക്കാത്ത അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മാറ്റിയതെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാദം പൊള്ളയാണ് തെളിയുന്നു. അതൊരു വശം. മാത്രവുമല്ല, ജേക്കബ് തോമസിനെ മാറ്റിയ സമയത്ത് എന്തിനു വേണ്ടി മാറ്റി, ആരുടെ സമ്മർദ്ദഫലമായി മാറ്റി തുടങ്ങിയ ഒട്ടേറെ ആരോപണങ്ങൾ, ഫ്ളാറ്റ് ലോബിയുടേതടക്കം അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയാണ്. മുഖ്യമന്ത്രി കൂടി അക്കാര്യത്തിൽ ഇതിനോട് ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് അങ്ങനെ വെളിവാവുകയാണോ ചെയ്യുന്നത്? ഇപ്പോൾ നമുക്ക് വിവരാവകാശ രേഖയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിലൂടെ മുഖ്യമന്ത്രിയുടെ പൊള്ളത്തരം, ഇരട്ടത്താപ്പ് അതാണോ ബോധ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നമുക്ക് പറയാം. ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ ഏത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെയാണെങ്കിലും ഒരു സ്ഥലം മാറ്റണമെങ്കിൽ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരു വകുപ്പിന്റെ മേധാവിയായിട്ട് നിർത്തണമെങ്കിൽ തന്നെ കൃത്യമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ബിജേഷിലേക്ക് മടങ്ങിയെത്താം. PC ജോർജ് നമ്മോടൊപ്പം ചേരുന്നു, MLA. PC ജോർജ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്, കാരണം വിവരാവകാശ രേഖയാണ്, കാരണം വേറെ ഒന്നും തന്നെ നമുക്ക് സമർത്ഥിക്കേണ്ട കാര്യമില്ല തെളിവായി. വിവരാവകാശ രേഖയിൽ ജേക്കബ് തോമസിനെതിരെ ഒരു പരാതി പോലും ലഭിച്ചില്ല. 2-3 ഒരു മാസത്തിന് മുൻപുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകൾ താങ്കളുടെ ഓർമ്മയിലേക്ക് പെടുത്തുകയാണെങ്കിൽ, അന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചാണ് പറഞ്ഞത് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ആണ് ജേക്കബ് തോമസിനെ മാറ്റിയിരിക്കുന്നത്. ഇരട്ടത്താപ്പാണോ അതോ മുഖ്യമന്ത്രി കൂടി ഇക്കാര്യത്തിൽ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് വ്യക്തമാവുകയാണോ ചെയ്യുന്നത്? താങ്കളടക്കം അന്ന് ആരോപണം ഉന്നയിച്ച വ്യക്തിയാണ്. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിനകത്ത് ഒരു 10% സത്യം, ബാക്കി 90% കളവ് എന്നുള്ള കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. വിവരാവകാശം രേഖ ഇല്ലാതെ തന്നെ അന്നേ നമ്മൾ പറഞ്ഞല്ലോ. നിയമം അനുസരിച്ച് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ നിയമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ പേര് വ്യക്തമായ കുറ്റാരോപണം ഇല്ലെങ്കിൽ ശിക്ഷ നടപടി ഇല്ലെങ്കിൽ 2 കൊല്ലത്തിനകം മാറ്റാൻ പാടില്ലെന്നാണ് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ നിയമം ഉണ്ടാക്കി വെച്ചിട്ട് അയാളെ ഈ 2 കൊല്ലത്തിനകം 5 സ്ഥലം മാറ്റുമായി ജേക്കബ് തോമസിനെ. അങ്ങനെ പൂഞ്ഞാറുകാരനാണ്, അതുകൊണ്ട് എനിക്ക് എല്ലാം നല്ലോണം അറിയാം. അങ്ങനെ ചെയ്ത് തെറ്റണ്ട. ഇവിടുത്തെ വലിയ ഫ്ളാറ്റ് മാഫിയയുടെ തീരുമാനം അംഗീകരിച്ചില്ല. നിയമപ്രകാരം നടപടി സ്വീകരിച്ചുള്ള തെറ്റിന് വേണ്ടിയാണ് അദ്ദേഹത്തെ ഇപ്പം മാറ്റിയത്. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം സത്യത്തിന് ധർമ്മത്തിന് വില കൽപ്പിക്കാറില്ല. അങ്ങനെ കൽപ്പിക്കുന്നൊന്നും അദ്ദേഹം നിർബന്ധമില്ല. അദ്ദേഹം ഒരിടത്തും അങ്ങനെ പറയുന്നുമില്ല. ഞാൻ പറയുന്നില്ല, സത്യമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം പറയുന്നില്ല. കിട്ടിയ അധികാരം പണസമ്പാദനത്തിനും അഴിമതിക്കും സ്ത്രീ പീഡനത്തിനുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെ പറ്റി കൂടുതൽ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. PC ജോർജ്, അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ഫ്ളാറ്റ് ലോബികളുടെ സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി അടിമപ്പെടുകയായിരുന്നു. മുഖ്യമന്ത്രി കൂടി അവരുടെ അല്ലെങ്കിൽ വളരെ സംക്ഷിപ്തമായ നിലപാടുകൾ പുലർത്തിയിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ
മാനസികമായും അല്ലെങ്കിൽ അദ്ദേഹത്തെ തളർത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി കൂടി അവിടെ കരുവാവുകയായിരുന്നു? അതോ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഫ്ലാറ്റ് ലോബിയുടെ സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി വഴങ്ങിയിരിക്കുന്നു? സ്പഷ്ടമായി പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ആഭ്യന്തരമന്ത്രി അതിനോട് യോജിച്ചില്ലെന്നും മുഖ്യമന്ത്രിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ജേക്കബ് തോമസിനെ മാറ്റിയതെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സത്യസന്ധമായ കാര്യമാണ് താൻ. അപ്പൊ ഉമ്മൻചാണ്ടിയാണ് ഫ്ലാറ്റ് മാഫിയയുടെ അടിമയായി മാറിയത്, രമേശ് ചെന്നിത്തല അല്ല. യാതൊരു സംശയം വേണ്ട. ഈ എല്ലാ മാഫിയ സംഘങ്ങളുടെ അടിമ മാത്രമല്ല, എല്ലാ തെറ്റുകളുടെയും കൂമ്പാരമായി മാറിയിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. അതിന് യാതൊരു സംശയം വേണ്ട. പിന്നെ ഇപ്പോ കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കകത്ത് സംരക്ഷണത്തിന് വേണ്ടി ഉമ്മൻചാണ്ടി രമേശ് ഒന്നായി നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ബാക്കി ഒരു കാര്യത്തിൽ അവർ തമ്മിൽ യോജിപ്പില്ല. ഈ ഉദ്യോഗസ്ഥന്മാരുടെ ദുർഭരണത്തിന് സാഹചര്യം ഒരുക്കുന്നതും സൽഭരണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ ശരിപ്പെടുത്തുന്നതും മുഖ്യമന്ത്രി തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ അയാൾ എന്താ ഇത് ഉമ്മൻചാണ്ടി പറഞ്ഞ് കേട്ടില്ല എന്ന്? ഉമ്മൻചാണ്ടിയുടെ അടുത്ത ആളുകൾ പറയുന്നതനുസരിച്ച് ഭരണം നടത്തിയില്ലെന്നും പറഞ്ഞാണ് ഒരു വൈസ് ചാൻസലറെ കള്ളനാക്കി നാട് കടത്തിയത്. അതിനൊരു മടിയില്ല ഞങ്ങൾക്ക്. ശ്രീ പി സി ദയവായി തുടരുക. തോമസ് ഐസക് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ തോമസ് ഐസക്, മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊളിയുന്നു. മുഖ്യമന്ത്രി എണ്ണിപ്പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളുടെയും പരാതികളുടെയും എണ്ണിയാൽ അല്ലെങ്കിൽ 4-5 പരാതികൾ അദ്ദേഹത്തിനെതിരെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖയിൽ. ഒന്നും കാണുന്നില്ല. എന്താണ് ഇവിടെ വ്യക്തമാകുന്നത്? കേരള മുഖ്യമന്ത്രി പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോ 2 പേരായിരുന്നു പ്രതിക്കൂട്ടിലുണ്ടായിരുന്നത്. ഒന്ന് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയ ആഭ്യന്തരമന്ത്രി, 2 മുഖ്യമന്ത്രി. ഇതിനകം തന്നെ പല തെളിവുകൾ പുറത്തു വന്നിരുന്നു. മുഖ്യമന്ത്രിക്കായിരുന്നു ഇതിൽ താല്പര്യം എന്നുള്ളത്. മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് ഈ ഫ്ളാറ്റ് ഉടമകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് യോഗങ്ങൾ, കോൺഫറൻസ് നടത്തിയതായിട്ട് റിപ്പോർട്ടുകളുണ്ടായി. എന്താണ് മുഖ്യമന്ത്രിക്ക് ഇതിൽ അതീവ താല്പര്യം എന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഏതായാലും അനധികൃതമായി കെട്ടിട നിർമ്മാണം നടത്തുന്ന, നിയമം ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഫ്ളാറ്റ് നിർമ്മാണത്തെ റെഗുലറൈസ് ചെയ്യാനുള്ള നിയമവും നടത്തിപ്പും കേരളത്തിൽ വ്യാപകമായി നടക്കുകയും അതിൽ വലിയ അഴിമതി നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് അതിന് പുറത്ത് ഇവിടെ ഫയർ സേഫ്റ്റി മെഷേഴ്സും മറ്റും വേണ്ടത്ര സ്വീകരിക്കാത്ത ഫ്ളാറ്റുകളെ റെഗുലറൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കോൺഫറൻസ് മുഖ്യമന്ത്രി നടത്തുന്നു. എന്നാൽ ഇപ്പൊ വന്നിരിക്കുന്ന തെളിവ് വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. അദ്ദേഹത്തിന് പറഞ്ഞ തെറ്റ്, അദ്ദേഹത്തിന് എന്തോ ഭയങ്കര നിവേദനങ്ങൾ കിട്ടി, ആക്ഷേപങ്ങൾ കിട്ടി, ജനവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി മാത്രമാണ് ചെയ്ത് തുടങ്ങി അദ്ദേഹം പറയുന്നുണ്ടായി. ഇപ്പൊ നിങ്ങളുടെ ഉണ്ടെന്നിരിക്കുന്ന വസ്തുത, അങ്ങനെ യാതൊരു ആക്ഷേപവും മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ശ്രീ തോമസ് ഐസക്, കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച പരാതിയാണ്. കാരണം അതിന്റെ ആധികാരികത എത്രത്തോളം, ഒരു പക്ഷേ അത്രത്തോളം വലുതാണ് ആധികാരികത. അങ്ങനെ ആ ഒരു പ്രത്യക്ഷമായ രീതിയിൽ നമ്മുടെ കൈവശം തെളിവുകളുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ കബളിപ്പിച്ചിരിക്കുന്നു. മാത്രവുമല്ല, വലിയ സമ്മർദ്ദങ്ങൾ അന്ന് മാധ്യമങ്ങളടക്കം മുന്നോട്ട് വെച്ച കാര്യം ഫ്ളാറ്റ് ലോബിയുടെ വലിയ സമ്മർദ്ദം. ഫ്ളാറ്റ് ലോബിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. അവിടെ സംസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി, അതും പരസ്യമായി തന്നെ. മാത്രവുമല്ല, ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യത്തെ പോലും ചോർത്തുന്ന തരത്തിൽ ഒരു IPS ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുന്നു. അതിന് കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന മെനഞ്ഞെടുത്തിരിക്കുന്നു. എത്രത്തോളം ഗുരുതരമാണ്, എത്രത്തോളം ആക്കം കൂടുന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും അതിലെ പൊള്ളത്തരവും? നിയമലംഘനത്തിനും അഴിമതിക്കും മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുന്നു എന്നുള്ളത് ആദ്യമായിട്ടല്ല. പാമോയിൽ കേസ് പണ്ട് നടന്നതാണെന്ന് വെക്കാം. ഒരുപക്ഷെ ടൈറ്റാനിയം കേസിനെ കുറിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് നടന്നതെന്ന് പറയാം. പക്ഷെ തെളിവുകളൊക്കെ ഇപ്പോഴാണ് വന്നത്. ബാർക്ലേ ആയാലും സോളാർ കേസ് ആയാലും മുഖ്യമന്ത്രി നിയമലംഘനത്തിന് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് എത്രയോ സംഭവങ്ങൾ വന്നിരിക്കുന്നു. അതിന് ഏറ്റവും അവസാനത്തെ ഒരു സംഭവമാണ് ഈ ഫ്ളാറ്റ് ലോബിക്ക് കീഴ്വഴങ്ങി അദ്ദേഹം ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതും അദ്ദേഹത്തെ ആക്ഷേപിച്ചതും. അപ്പോ ഇതിന് മുഖ്യമന്ത്രി വിശദീകരണം നൽകിയേ പറ്റൂ. ഒരു ആക്ഷേപമില്ലാത്ത ഉദ്യോഗസ്ഥനെ ഫ്ളാറ്റ് ഉടമകളുടെ ആക്ഷേപം, വാക്കാലുള്ള ആക്ഷേപം വെച്ചുകൊണ്ട് അപമാനിക്കുകയും ആ സ്ഥലമാറ്റം തന്നെ പൂർണ്ണ ചുമതല നൽകാതെയുള്ള
ചെയർമാനും എം പിയുമായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് എം ഡി മാത്രമായിട്ട് ഈ ഉദ്യോഗസ്ഥ നിയോഗിച്ചതിലൂടെ മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുകയാണ്. യെസ് അത് വളരെ വ്യക്തമാണ് ശ്രീ തോമസ് ഐസക്. ശ്രീ പി സി ജോർജ്, കാരണം വലിയൊരു അഴിമതിയുടെ തെളിവുകളാണ് ഒരുപക്ഷെ മുന്നോട്ട് വരുന്നത്. ബാർക്കോഴയ്ക്ക് വേണമെങ്കിൽ അതിന് സമാനമായ നമുക്കൊരു പക്ഷേ പറയാവുന്ന തരത്തിൽ, കാരണം ഫ്ലാറ്റ് ലോബികൾ അത്രത്തോളം വലിയൊരു ശൃംഖലയാണ് സംസ്ഥാനത്ത്. അവരുടെ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് സംസ്ഥാന മുഖ്യമന്ത്രി ഒരു കള്ളത്തരം പറഞ്ഞിരിക്കുന്നു. അതും പൊതുജന മധ്യത്തിൽ മാധ്യമങ്ങളിലൂടെ സ്പഷ്ടമായ രീതിയിൽ തെളിവുകളുമുണ്ട്. മാത്രമല്ല അത് പൊള്ളയാണെന്ന് വെളിപ്പെടുത്തുന്ന തരത്തിൽ ഇന്നിപ്പോൾ അതേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും രേഖാമൂലമുള്ള തെളിവുകൾ മറ്റൊരർത്ഥത്തിൽ പുറത്തു വരികയും ചെയ്യുന്നു. അന്വേഷണം ആവശ്യപ്പെടേണ്ട ഒരു വിഷയമല്ലേ പി സി ജോർജ് ഇത്? പി സി ജോർജിലേക്ക് വരാം. ഡി ബി ബിനു, വിവരാവകാശ പ്രവർത്തകൻ, നമ്മോടൊപ്പം ചേരുന്നു. ബിനു, എത്രത്തോളം ഗുരുതരമാണ് താങ്കൾക്ക് ലഭിച്ച അല്ലെങ്കിൽ പുറത്തു വരുന്ന ഈ ഒരു വിവരാവകാശ രേഖയിലൂടെ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ എത്രത്തോളം ഗുരുതരമാണ് കാര്യങ്ങൾ? മുഖ്യമന്ത്രിയുടെ പൊള്ളത്തരം സ്പഷ്ടമായി വെളിവാവുകയാണോ? അഴിമതിരഹിതരും തിളക്കമാർന്ന സർവീസ് റെക്കോർഡുമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് സംസ്ഥാനത്ത് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം പത്രക്കാരോട് പറഞ്ഞത്, ഇത്തരത്തിൽ ഇത്രയേറെ പരാതികൾ ഒരു ഉദ്യോഗസ്ഥനെതിരെ വരുന്ന സാഹചര്യത്തിൽ സർക്കാരിന് നിഷ്ക്രിയമായിരിക്കാൻ കഴിയില്ല, നടപടി എടുക്കുക മാത്രമാണ് അവശേഷിക്കുന്നത്, അതുകൊണ്ട് ചെയ്തു എന്ന് വളരെ ശക്തമായാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ്? അതിന്റെ പകർപ്പ് ചോദിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഞാൻ അപേക്ഷ കൊടുത്തത്. അപ്പോഴാണ് പറയുന്നത് വാക്കാൽ ലഭിച്ച പരാതിയാണത്രേ, മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നടപടിയെടുത്തത്. എന്ത് വാദമാണ് ശ്രീ ബിനു, താങ്കളെ പോലെയുള്ള അഭിഭാഷകർ? കാരണം ഒരു നിയമപരമായ തലത്തിൽ പോലും സ്പർശിക്കാൻ കഴിയാത്ത ഒരു മറുപടി, വാക്കാൽ എന്ത് പരാതി, ഏത് രീതിയിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടും? കാരണം അങ്ങനെ ഒരു ഇപ്പൊ ബിൽഡേഴ്സ് ആണ് പരാതി കൊടുത്തതെങ്കിൽ ബിൽഡേഴ്സ് എന്തായിരിക്കും പരാതി കൊടുക്കാൻ കഴിയുക? നിയമപ്രകാരം പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് മാറ്റണം. അങ്ങനെ ഒരു പരാതി എഴുതി കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു പരാതി എഴുതി കൊടുത്താൽ അതിന് പേര് ആ ഉദ്യോഗസ്ഥനെ മാറ്റാൻ ഗവൺമെന്റ് തയ്യാറാകോ? എത്ര അസംബന്ധമാണ് മുഖ്യമന്ത്രി ആ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞത്. കേരള പോലീസ് ആക്ടിലെ 97-ാം വകുപ്പ് അനുസരിച്ച് ഈ DGP മുതൽ താഴെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ വരെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് 2 വർഷത്തെ ഔദ്യോഗിക കാലാവധി ഉറപ്പുവരുത്തണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിന് ഒഴിവാക്കപ്പെടുന്നത് അവർക്കെതിരെ നടപടിയുള്ള സാഹചര്യത്തിൽ മാത്രമാണ്. ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാള് വളരെ വളരെ അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഓഫീസർക്ക് ഈ 2 വർഷത്തിനിടയ്ക്ക് 5 സ്ഥാനങ്ങളാണ് ഗവൺമെന്റ് മാറി കൊടുത്തത്. എന്ത് കാരണമാണ് ഇവർക്ക് ഇതിന് പറയാൻ പറ്റുക? അഴിമതിയില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ ഇങ്ങനെ മാറ്റാൻ എന്ത് കാരണമാണ്? ഡി ബി ബിനു, മാത്രമല്ല ഇതിന്റെ ആക്കം വർദ്ധിക്കുന്നത് കാരണം മന്ത്രിസഭയെ പോലും അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, സംസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ജനങ്ങളോട് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി കള്ളത്തരം പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ വളരെ സ്പഷ്ടമാണ്. അത് പരിശോധിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ്. അന്ന് ജേക്കബ് തോമസിന്റെ വിഷയം മന്ത്രിസഭയിൽ വന്നപ്പോൾ അദ്ദേഹം മന്ത്രിസഭയെ അറിയിച്ചത് ഒട്ടേറെ ചില പരാതികൾ അദ്ദേഹത്തിനെതിരെ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം ഇക്കാര്യം സംസ്ഥാനത്തെ ലോകത്തെ അറിയിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി ആ വാക്കുകളിലേക്ക് ഇങ്ങനെയുള്ള ധാരാളം പരാതി കിട്ടിയിട്ടുണ്ട്. ആ പരാതി കിട്ടിയ സാഹചര്യത്തിൽ ജനങ്ങളോട് മറുപടി പറയേണ്ട ഗവൺമെന്റാ. ആ ഗവൺമെന്റ് അതിന് അവസരത്തിനൊത്ത് പ്രവർത്തിച്ചാൽ മതിയാവും. അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം മെറിറ്റിൽ പരിശോധിച്ചിട്ട് നിയമാനുസൃതം പ്രവർത്തിക്കും. ഇത്തരത്തിൽ സർക്കാരിനെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യമാക്കിയ ഒരു ഉദ്യോഗസ്ഥനാണ്, അങ്ങനെയാണ് സിഎം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുത്തത്? സർക്കാരിനെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യമാക്കിയ ഒരു ഉദ്യോഗസ്ഥനാണ്, ആ ഉദ്യോഗസ്ഥനെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുത്തത്? അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ അതുപോലുള്ള ബുദ്ധിമുട്ടില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി നടപടിയെടുത്തു. ഇനിയിപ്പം അദ്ദേഹം സ്ഥലത്തില്ല, അദ്ദേഹം വരട്ടെ, അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ട് എന്താണെന്നുള്ളത് നോക്കും. മന്ത്രിസഭയിൽ ചർച്ച ചെയ്തതാണെങ്കിൽ ഇന്നലെ ഞങ്ങൾ ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി പറയുന്നത് ഇദ്ദേഹം അവധിയിൽ പോയതുകൊണ്ടാണ് പിന്നെ ഇദ്ദേഹത്തെ മാറ്റി വേറൊരാൾക്ക് ചുമതല വെച്ചതാണ്. അപ്പൊ ഇത്രയും വലിയ പ്രശ്നങ്ങൾ മന്ത്രിസഭയിൽ ചർച്ച ചെയ്തെങ്കിൽ ആഭ്യന്തരമന്ത്രി അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? അതല്ല, ഇതിനകത്ത് സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തിൽ നിരവധി പരാതി പത്രങ്ങളിൽ വന്നതല്ലേ. ശ്രീ ബിനു, എത്രത്തോളം സമർത്ഥമായി അദ്ദേഹം
വളച്ചൊടിച്ചു, നാടകീയമായി അഭിനയിച്ചു. ആ വാക്കുകളിൽ അദ്ദേഹം എടുത്തു പറയുന്നു പരാതി ലഭിച്ചിട്ടുണ്ടെന്ന്. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി മാധ്യമങ്ങളോടാണ് പറയുന്നത്. ചെറിയ കാര്യമില്ല. താങ്കളിലേക്ക് ഞാൻ മടങ്ങിയെത്താം. അന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത കൈലി ടി വി ഞങ്ങളുടെ പ്രതിനിധി ജീവൻ കുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജീവൻ, അന്ന് ജീവൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. പരാതി ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തെ അവിടെ വെച്ച് അത്രയും നാളും വെച്ച് പൊറുപ്പിച്ചു, പരാതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ. അവിടെയും വളരെ സമൃദ്ധമായി സ്വസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞ് രക്ഷപ്പെടുന്നു. എന്താണ് അദ്ദേഹം നൽകിയ വിശദീകരണങ്ങൾ? കൂടുതൽ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് കാര്യങ്ങൾ പറഞ്ഞു? പ്രജീഷ്, 18-ാം തീയതി, അതായത് സെപ്റ്റംബർ മാസം 18-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി ഒരു അസാധാരണമായ പത്രസമ്മേളനം എന്ന് വിളിച്ചു ചേർത്തത്. തൊട്ട് തലേ ദിവസം ജേക്കബ് തോമസിനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുക എന്നതായിരുന്നു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ ലക്ഷ്യമിട്ടത്. മുഖ്യമന്ത്രി തൻ്റെ 30 മിനിറ്റിലേറെ നീണ്ടുനിന്ന വാർത്താ സമ്മേളനത്തിലുടനീളം ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് പരാമർശിച്ചിരുന്നത്. പ്രധാനമായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം തുടങ്ങിയത് ഇപ്രകാരമായിരുന്നു. ഈ കാര്യത്തിൽ മഞ്ഞളാംകുഴി അലിയെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും മാധ്യമങ്ങൾ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തേണ്ട കാര്യമില്ല. ജേക്കബ് തോമസിൻ്റെ സ്ഥാനചലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആത്യന്തികമായ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയായ എനിക്ക് മാത്രമായിരിക്കും. കാരണം ഈ ജേക്കബ് തോമസിനെതിരെ നിരവധി മന്ത്രിമാരാണ് ക്യാബിനറ്റിനുള്ളിൽ ജേക്കബ് തോമസിനെതിരെ വിമർശനം ഉന്നയിച്ചത്. മണ്ണാറക്കുറിച്ചിയിലും ഒപ്പം വയനാട്ടിലും മരം വീണ സാഹചര്യത്തിൽ അടൂർ ഐ.എച്ച്.ആർ.ഡി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടൂർ ഐ.എച്ച്.ആർ.ഡി എഞ്ചിനീയറിംഗ് കോളേജിലെ ഫയർ എഞ്ചിൻ വിദ്യാർത്ഥികൾ ദുരുപയോഗം ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ജേക്കബ് തോമസ് ഒരു സർക്കുലർ ഇറക്കി. ആ സർക്കുലറിൽ ഇപ്രകാരം പറഞ്ഞു: മന്ത്രിമാരുടെ VIP ഡ്യൂട്ടികൾക്ക് ഇനി മുതൽ ഫയർഫോഴ്സിൻ്റെ വാഹനം വിട്ടു നൽകേണ്ടതില്ല, അടിയന്തര രക്ഷാസഹായങ്ങൾക്ക് ഫയർഫോഴ്സിൻ്റെ സംഘം എത്തേണ്ടതില്ല എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു മുഖ്യമന്ത്രി അന്ന് വിശദീകരിച്ചത്. അതിന് ഉദാഹരണമായി മണ്ണാറക്കുറിച്ചിയിലെയും വയനാട്ടിലെയും ജീവൻ സ്പഷ്ടമായി പറഞ്ഞാൽ, കാരണം നമുക്ക് കൂടുതൽ വളച്ച് കിട്ടില്ലാതെ പറഞ്ഞാൽ, മുഖ്യമന്ത്രി വ്യക്തമായി അന്ന് പറഞ്ഞിരുന്നു പരാതി ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ജേക്കബ് തോമസിനെതിരെ നിരവധി ആളുകൾ പരാതി, പല ഭാഗത്തു നിന്നും സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് പരാതി ഉയർന്നു. മന്ത്രിമാർ തന്നെ നേരിട്ട് തന്നോട് പരാതി പറയുന്നു. അത് വ്യക്തമാണ്. ശ്രീ അഡ്വക്കേറ്റ് ബിനു, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്കൾ എന്തായാലും നിഷ്പക്ഷമായ കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കുക. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി, വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അവിടെ മാധ്യമങ്ങൾക്ക് മുന്നിലാണ് വന്ന് പറയുന്നത് പരാതി ലഭിച്ചിട്ടുണ്ട്. അത് ഒന്നും രണ്ടുമല്ല, നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഓഫീസിൽ നിന്ന് ലഭിച്ച നിയമസാധുത ഉള്ള സ്പഷ്ടമായ കാര്യമാണെന്ന് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ അന്ന് പുറത്തു വന്നിരുന്ന പല ആരോപണങ്ങൾ അവിടെ അന്നൊന്നും മുഖ്യമന്ത്രി സംശയിച്ചിരുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞ മുന്നോട്ട് വെച്ച വാദഗതികൾ മാത്രമായിരുന്നു കേരള ജനം അന്തിമഘട്ടത്തിലും വിശ്വസിച്ചിരുന്നത്. ഇന്നിപ്പോൾ അത് പൊള്ളയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ പല കാര്യങ്ങളും ചേർത്ത് വെക്കപ്പെടേണ്ടി വരുമോ? തീർച്ചയായും മുഖ്യമന്ത്രി വളരെ ശക്തമായി അന്ന് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ നിഷേധിക്കേണ്ടി വരും. അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ലെങ്കിൽ ഒരു വളരെ സീനിയറായ ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം വാക്കാലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ മുഖ്യമന്ത്രിക്ക് അന്വേഷിക്കാൻ കഴിയും? ഒരു നിയമവും അതിനെ സാധൂകരിക്കുന്നില്ല. സർവീസ് ചട്ടപ്രകാരമോ പോലീസ് ആക്ട് അനുസരിച്ചോ ഉള്ള നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ വേണം, നോട്ടീസ് കൊടുക്കണം, അന്വേഷണം നടത്തണം. അങ്ങനെ ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ സത്യസന്ധമായി പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനെതിരെ സർവീസ് ചട്ടപ്രകാരം നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്കോ മറ്റേതെങ്കിലും ഭരണ സംവിധാനത്തിനോ നിയമപ്രകാരം കഴിയില്ല. ഇന്നലെ കെ ബാബു കൊച്ചിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഗവൺമെന്റിന്റെ പോളിസി നടപ്പിലാക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഡ്യൂട്ടി. അഴിമതി നടത്തുകയാണോ സർക്കാരിന്റെ പോളിസി? അത് നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥനെതിരെയാണോ അവർ നടപടി സ്വീകരിക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ മറുപടി പറയണം. ഏത് സാഹചര്യത്തിലാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുന്നത്? ഏത് നിയമപ്രകാരമാണ് നടപടി സ്വീകരിക്കുന്നത്? ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിക്കുന്നത്? ഇതെല്ലാം വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ്. കാരണം അതിന്റെ എല്ലാ ചുമതലയും അദ്ദേഹം തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഞാനാണ് അതിന് ഉത്തരവാദി, വേറെ ആരെയും പറയണ്ട. എങ്കിൽ എന്ത് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ അദ്ദേഹത്തെ? ശ്രീ ബിനു, മാത്രമല്ല ഒരു നിയമപരമായ ഒരു പോരാട്ടം നടത്തിയാൽ പോലും വാദഗതികൾ എത്രത്തോളം ഗുരുതരമായിരിക്കും. കാരണം മുഖ്യമന്ത്രിക്കെതിരെ ക്രിമിനൽ ഒരുപക്ഷെ ആ രീതിയിൽ പോലും, കാരണം വളച്ചൊടിച്ച് കോൺസ്പിറസി പോലും നടത്തുന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല കള്ളം മെനഞ്ഞുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ മാറ്റാൻ, അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ വേണ്ടിയാണ് ചെയ്തതെന്ന് ഇന്നിപ്പോൾ ഈ ഘട്ടത്തിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരും. മാത്രമല്ല വാക്കാൽ പരാതി ഉണ്ടായിരുന്നു, അതിനെത്രത്തോളം നിയമസാധുതയുണ്ട്?
ഇതിലിപ്പോ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം ശ്രീ ജേക്കബ് തോമസ് കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ എന്ത് മറുപടിയായിരിക്കും സർക്കാരിന് പറയാൻ കഴിയുക? എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇത്തരത്തിലൊരു താഴ്ന്ന പദവിയിലേക്ക് ഇകഴ്ത്തിക്കൊണ്ടുള്ള ഉത്തരവ് മന്ത്രിസഭ പുറപ്പെടുവിച്ചത് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയായിരിക്കും സർക്കാരിന് പറയാനുണ്ടാകുക? വാക്കാൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഉയർന്ന ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചതെന്ന് ഗവൺമെന്റ് പറയോ? അങ്ങനെ പറയാൻ നിയമപരമായ യാതൊരു സാധൂകരണവും പോലീസ് ആക്ടിലോ സർവീസ് ചട്ടങ്ങളിലോ ഇല്ല. അത്തരത്തിലൊരു നിലപാട് തീർച്ചയായും നമ്മുടെ ഫ്ളാറ്റ് മാഫിയയെ സഹായിക്കുന്നതിന് വേണ്ടിയാണെന്ന തികച്ചും ദുരപരിഷ്ഠിതമായും തിരുത്തരവാദപരമായ ഒരു നടപടിയാണ് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിന് സർക്കാർ മറുപടി പറയണം കോടതിയിൽ. ഇത്തരത്തിലുള്ള ഹർജിയുമായി ശ്രീ ജേക്കബ് തോമസ് കോടതിയിൽ പോകണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതാണ് ശ്രീ ബിനു. കാരണം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്തായാലും അദ്ദേഹം അങ്ങനെ കോടതിയിൽ പോകുന്നതിന് പരിമിതിയുണ്ട്. വളരെ സാത്വികമായി തന്നെ കാര്യങ്ങൾ അല്ലെങ്കിൽ സർവീസ് ജോലി അദ്ദേഹം ഒരു കളങ്കം പോലും വരുത്താത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അതിന് അദ്ദേഹം എന്തായാലും മുതിരുമോ എന്നുള്ളത് കണ്ടറിയേണ്ട അല്ലെങ്കിൽ അതിന് സാധ്യത കുറവുമാണ്. ഇവിടെ ഏതൊക്കെ മേഖലയിലാണ് മുഖ്യമന്ത്രി ജനങ്ങളെയും ഒപ്പം ഏതൊക്കെ മേഖലകളെ കബളിപ്പിച്ചിരിക്കുന്നു? പ്രത്യേകിച്ച് മന്ത്രിസഭയിൽ വളരെ നയപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ട മന്ത്രിസഭ, അവിടെയാണ് അദ്ദേഹം പൊള്ളത്തനം പറഞ്ഞിരിക്കുന്നത്. അവിടെ വാദഗതിയായി ഉന്നയിച്ചിരിക്കുന്നത് വാക്കാൽ എന്ന് പോലും അദ്ദേഹം മന്ത്രിസഭയിൽ പറഞ്ഞിട്ടില്ല. പരാതി ലഭിച്ചിട്ടുണ്ട്, വാക്കാൽ എന്നുള്ള കാര്യം അവിടെ അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. മറ്റൊന്ന്, ഇന്നിപ്പോൾ വിവരാവകാശ രേഖയിൽ നിന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് വാക്കാലുള്ള പരാതി അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ അദ്ദേഹം ജനങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നു? ഇത് വളരെ സുതാര്യമായും അഴിമതിരഹിതമായും പ്രവർത്തിക്കുമെന്ന് പറയുന്ന ഒരു ഗവൺമെന്റ്, ആ അഴിമതിരഹിതമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു ഗവൺമെന്റ് വളരെ തെറ്റായ ഒരു സന്ദേശമാണ് ജനങ്ങൾക്കും അഴിമതിരഹിതരായ ഉദ്യോഗസ്ഥർക്കും കൊടുക്കുന്നത്. ഇവരാരെയാണ് സംരക്ഷിക്കുന്നത്? എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് ഇതിലൂടെ നൽകുന്നത്? വളരെ അപൂർവം ചില ഉദ്യോഗസ്ഥന്മാരെ സർക്കാർ സർവീസിൽ കറപ്ഷൻ ഇല്ലാതുള്ളൂ. അതിലൊരാളാണ് ഇപ്പോൾ ഈ വേട്ടയാടപ്പെടുന്നത്. നിരവധി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കൊച്ചി പോലീസ് കമ്മീഷൻ ആയിരിക്കുമ്പോൾ മാത്രമാണ് കാക്കി കുപ്പായം അദ്ദേഹം ഇട്ടുകൊണ്ട് സർവീസിൽ നിന്നത്. എത്രയോ 10-18 വർഷത്തോളം സർവീസിന്റെ പുറത്തു നിർത്തി അദ്ദേഹത്തെ വേട്ടയാടി. അവസാനം തിരിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തെ പല പദവികളിൽ മറിക്കുകയും പിന്നെ ഇകഴ്ത്തുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ വേട്ടയാടുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ബ്യൂറോക്രസിയിൽ അഴിമതി ഇല്ലാതാക്കുമെന്ന് ഗവൺമെന്റിന് ആത്മാർത്ഥമായി പറയാൻ കഴിയുക? എന്ത് ആത്മാർത്ഥതയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളുന്നത്? ഇത് വളരെ പൊതുസമൂഹം ബിനുവിലേക്ക് മടങ്ങിയെത്താൻ ദയവായി തുടരുക. ഇപ്പോൾ എം. വി. ജയരാജൻ CPM നേതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയരാജൻ, താങ്കൾക്ക് വാർത്തയുടെ ആ ഒരു ചുരുക്കം, കാരണം കഴിഞ്ഞ നാളുകളിൽ ജേക്കബ് തോമസിന്റെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് നൽകിയ വിശദീകരണം, ജേക്കബ് തോമസിനെതിരെ നിരവധി പരാതികൾ മുഖ്യമന്ത്രി അടക്കം ലഭിച്ചിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റുന്നത്, നടപടിയെടുക്കുന്നതെന്ന്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ അതേ ഓഫീസിൽ നിന്നും വിവരാവകാശ രേഖ പുറത്ത് നൽകിയിരിക്കുന്നത്, വിവരാവകാശ രേഖ നൽകിയ രേഖയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു പരാതിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ചിട്ടില്ല. എന്ത് പൊള്ളത്തരം! എന്താണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു നിലപാടിനെ ഏത് രീതിയിൽ വായിച്ചെടുക്കേണ്ടി വരും? അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് കള്ളവും പറയുന്ന ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് ഇതിനു മുമ്പ് നിരവധി തവണ തെളിഞ്ഞതാണ്. ഒരിക്കൽ കൂടി ആ വസ്തുത നമ്മെ ബോധ്യപ്പെടുത്തും വിധത്തിലാണ് ഇപ്പോൾ വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഏറ്റവും പ്രഗത്ഭനായ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ 5 തവണകളാണ് വിവിധ കേന്ദ്രങ്ങളിലേക്ക് വിവിധ ഉദ്യോഗങ്ങളിലേക്ക് സ്ഥലം മാറ്റിയിട്ടുള്ളത്. അസാധാരണമാണ് ആ സ്ഥലം മാറ്റം. ആ സ്ഥലം മാറ്റം നടത്തുന്ന സമയത്ത് ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞത് ഇദ്ദേഹത്തെ കുറിച്ച് നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് സ്ഥലം മാറ്റുന്നത് എന്നാണ്. അങ്ങനെ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് വിവരാവകാശ രേഖ തെളിയിക്കുന്നു. പിന്നെ എന്തിന് മുഖ്യമന്ത്രി കള്ളം പറഞ്ഞു? അപ്പോൾ അന്ന് തന്നെ ഉയർന്നു വന്ന ഒരു കാര്യം, ഫ്ളാറ്റ് ലോബികൾക്കും ഭൂമാഫിയകൾക്കും വേണ്ടിയാണ് മുഖ്യമന്ത്രി ഈ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് എന്നാണ്. കെട്ടിടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഉദ്യോഗസ്ഥന് ചുമതലയും ഉത്തരവാദിത്വവുമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴാണ് ഈ ഉദ്യോഗസ്ഥൻ പീഡിപ്പിക്കപ്പെടുന്നത്, സ്ഥലം മാറ്റപ്പെടുന്നത്. അപ്പൊ ആർക്ക് വേണ്ടിയാണ്?
ഫ്ലാറ്റ് മാഫിയക്ക് വേണ്ടിയാണ് അതായത് ഈ ശ്രീ എം പി ജയരാജൻ ചുരുക്കി പറഞ്ഞാൽ സമ്മർദ്ദം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് ലോബിയുടേത് എന്ന നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് പറയപ്പെടാവുന്ന തരത്തിൽ വലിയ കോഴയുടെ ഇടപാടുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആ ഇടപാടിൽ മുഖ്യമന്ത്രി കൂടി ആയിട്ടുണ്ട്. ഫ്ലാറ്റ് ലോബി അതുപോലെ തന്നെ ഭരണക്കാരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടാണ് ഈ ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റത്തിന് കാരണമെന്നത് ഈ രേഖ കൂടി പുറത്തു വന്നതോടെ വ്യക്തമായി. അപ്പോൾ മുഖ്യമന്ത്രിക്ക് കൂടി അതിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ന്യായീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നേരത്തെ സോളാർ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അഴിമതിക്കാരെ ന്യായീകരിക്കാൻ ശ്രമിച്ചതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ പങ്ക് കൂടി പുറത്തു വരും എന്നുള്ളത് കൊണ്ടാണല്ലോ. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ വിധേയമാക്കാതിരുന്നത്. മുഖ്യമന്ത്രിയുടെ പങ്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കും അന്വേഷണ കമ്മീഷന് മുമ്പാകെ തെളിഞ്ഞല്ലോ. അതുകൊണ്ടാണല്ലോ അന്വേഷണ കമ്മീഷൻ മുഖ്യമന്ത്രിയുടെ പങ്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പങ്കും അന്വേഷണ വിഷയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സോളാർ കേസ് അന്വേഷിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഫ്ലാറ്റ് ലോബിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും തമ്മിലുള്ള ബന്ധം മറനീക്കി പുറത്തു വരുന്നു. കാരണം മുഖ്യമന്ത്രി ഈ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റാനുള്ള കാരണം പറയുന്നത് എന്താ? അദ്ദേഹത്തെ പറ്റി ഉയർന്നു വന്ന ആരോപണമെന്നാണ്. ഒരാരോപണം ഉയർന്നു വന്നിട്ടില്ല. ആകെ ഒറ്റ കാര്യമേ നടന്നിട്ടുള്ളൂ, കോഴ. ആ കോഴ വാങ്ങിയവർ ഈ സ്ഥലം മാറ്റത്തെ ന്യായീകരിക്കാനാണ് തെറ്റായ കാരണങ്ങൾ പറഞ്ഞത്. ശ്രീ ജയരാജൻ, മാത്രവുമല്ല ഈ സർക്കാരും ഈ മുഖ്യമന്ത്രിയും ഇവിടുത്തെ ബ്യൂറോക്രസിക്ക് എന്ത് സന്ദേശമാണ് ഇതുവഴി നൽകുന്നത്? ബ്യൂറോക്രസിയെ വരച്ച വരിയിൽ നിർത്താനാണ് അവർ നോക്കുന്നത്. തങ്ങൾ നടത്തുന്ന അഴിമതിയെ ബ്യൂറോക്രസി കണ്ടെത്തിയാൽ, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയാൽ, ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്ക് വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെ എന്തും ചെയ്യും, എന്ത് വൃത്തികേടും ചെയ്യും. ഉദ്യോഗസ്ഥന്മാരെ അഴിമതി നടത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു ഭരണമാണ് ഉമ്മൻചാണ്ടി ഭരണം. യെസ്, വളരെ നന്ദി ശ്രീ എം വി ജയരാജൻ. മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊള്ളയാകുന്നു. അതിൻ്റെ വാദഗതികൾ മുഖ്യമന്ത്രി ജേക്കബ് തോമസിനെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവന, മന്ത്രിസഭയെ അറിയിച്ച കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ പൊള്ളയാണ്. അദ്ദേഹത്തിനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് നൽകിയ വിശദീകരണം. മുഖ്യമന്ത്രിയുടെ അതേ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖയിൽ ജേക്കബ് തോമസിനെതിരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു. ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്, ജേക്കബ് തോമസിനോട് വിശദീകരണം തേടാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. എസ് ജീവൻ കുമാർ വിശദാംശങ്ങളുമായി ചേരുന്നു. ജീവൻ, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ വിശദീകരണം ജേക്കബ് തോമസിനോട് ചോദിക്കുന്നത്? പ്രജീഷ്, ഏതാനും 2 ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ ജേക്കബ് തോമസ് നടത്തിയ പരാമർശങ്ങൾ നേരത്തെ ഇതിൽ വന്നിരുന്നു. പ്രത്യേകിച്ചും സർക്കാരിന് അപകീർത്തികരമായ പരാമർശങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചു. സർക്കാർ തീരുമാനങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പരസ്യമായി വെളിപ്പെടുത്തുന്ന സാഹചര്യം ജേക്കബ് തോമസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നിരിക്കുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ അത് ചർച്ചയാവുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങളുടെ കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഖിലേന്ത്യാ സർവീസിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ജേക്കബ് തോമസിനോട് ഈ കാര്യത്തിലുള്ള വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാധ്യമങ്ങളുമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ 2 വർഷത്തിനിടെ തനിക്ക് 5 തവണ സ്ഥലം മാറ്റം ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ജേക്കബ് തോമസ് പറയാൻ നിർബന്ധിതനായിരുന്നു. ജേക്കബ് തോമസ് എന്ന വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ വീണ്ടും പീഡിപ്പിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ വിശദീകരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഒരുപക്ഷെ നേരത്തെ കേവലം ഒരു IG ആയിരുന്ന അനിൽകാന്ത് നേരത്തെ 2013 IG ആയിരിക്കുമ്പോൾ വഹിച്ച പദവിയിലേക്കാണ് ജേക്കബ് തോമസിനെ ഇരുത്താനായി ശ്രമിച്ചത്. അദ്ദേഹത്തിന് ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ പദവി കൊടുക്കാൻ പോലും സർക്കാർ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചു എന്ന ഒരു വിശദീകരണം. പക്ഷേ അവിടെ മന്ത്രിസഭ ഇത്രത്തോളം ഉത്സാഹത്തോടുകൂടി വിശദീകരണം തേടാൻ കാണിച്ച ആ ഒരു ഊർജ്ജസ്വലത, അത് അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ കാണിക്കുന്നില്ല. അക്കാര്യങ്ങളൊക്കെ തന്നെ പ്രകടമായി നിലനിൽക്കുകയാണ്. അവിടെയാണ് ഒരുപക്ഷെ സംശയങ്ങൾ വർദ്ധിക്കുന്നത്.
ഗൂഢാലോചനയുടെ ആക്കം വർദ്ധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇന്ന് നമുക്ക് ലഭിച്ച വിവരാവകാശ രേഖ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ, ഇന്ന് മന്ത്രിസഭ എടുത്ത ആ ഒരു ഊർജ്ജസ്വലതയും എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതിലെ ഗൂഢാലോചന സംശയങ്ങൾ വർദ്ധിക്കുകയാണോ ചെയ്യുന്നത്? തീർച്ചയായും അനുനിമിഷം സംശയങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുക തന്നെയാണ് പ്രജീഷ് ചെയ്യുന്നത്. കാരണം ഇദ്ദേഹം നാഷണൽ ബിൽഡിംഗ് കോഡിലെ പാർട്ട് 2ഉം പാർട്ട് 3യും നടപ്പിലാക്കുക എന്നതായിരുന്നു ജേക്കബ് തോമസിന് കിട്ടിയിരുന്ന നിർദ്ദേശം. ആ നിർദ്ദേശം വളരെ കൃത്യമായി പാലിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചതെങ്കിലും കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ പ്രകാരമുള്ള ചട്ടങ്ങൾ മാത്രം പാലിച്ചാൽ മതിയെന്ന് അനൗദ്യോഗികമായി ചില മന്ത്രിമാർ തന്നെ പ്രത്യേകിച്ച് യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയെങ്കിലും 1982 നിലവിൽ വന്ന നാഷണൽ ബിൽഡിംഗ് കോഡ് കൃത്യമായി പാലിക്കണമെന്ന് ജേക്കബ് തോമസ് നിർദ്ദേശിക്കുകയായിരുന്നു. അതിന് ആധാരമായി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുംബൈയിലും ഡൽഹിയിലും വൻകിട കെട്ടിടങ്ങളിലുണ്ടായ തീപിടുത്തമുണ്ടായപ്പോൾ അവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുന്നതിന് ഫയർഫോഴ്സിന് ചില പരിമിതികൾ ഉണ്ടായി. ജീവനിലേക്ക് എത്താൻ ഇപ്പോൾ അഡ്വക്കേറ്റ് DB ബിനു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ബിനു, താങ്കൾ ശ്രദ്ധയിൽപ്പെട്ട് കാണും, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമാണ്. എന്തായാലും ജേക്കബ് തോമസിന്റെ വാ അടപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. മന്ത്രിസഭാ യോഗം അദ്ദേഹത്തോട് വിശദീകരണം തേടുകയും ചെയ്തിരിക്കുന്നു. മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞ രീതി, അതായത് ബൈറ്റുകളടക്കം എല്ലാ മാധ്യമങ്ങളിലും കൈവശവും ഉള്ളതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം വ്യക്തമായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വസ്തുതകൾ അത് നിലനിൽക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഗൂഢാലോചന വർദ്ധിക്കുകയാണോ? സർക്കാർ കാണിക്കുന്ന ഇച്ഛാശക്തി, ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വെച്ച നിലപാടുകളെ, സംശുദ്ധമായ നിലപാടുകളെ അവിടെ തടയിടുന്നു. പക്ഷേ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമാകാതെ പോകുന്നു. ഇരട്ടത്താപ്പ് എങ്ങനെ നമുക്ക് ഇക്കാര്യങ്ങളെ നിരീക്ഷിക്കേണ്ടി വരും? സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ നമ്മുടെ ബ്യൂറോക്രസിയും അല്ലെങ്കിൽ സർക്കാർ സംവിധാനവും വേട്ടയാടുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് ഈ സംഭവം. ഇപ്പോൾ മന്ത്രിസഭാ തീരുമാനവും അല്ലെങ്കിൽ സർക്കാർ തീരുമാനവും ഇത് വെളിവാകുമ്പോൾ ഇതിൽ അത് അവരോട് വിശദീകരണം ചോദിക്കും. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ കുറ്റമായി കാണുന്നത്. നിയമം കൃത്യമായി പാലിച്ച ഒരു ഉദ്യോഗസ്ഥരെ ഈ സംവിധാനം വേട്ടയാടുന്നതിനെ സംബന്ധിച്ചോ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ നിജസ്ഥിതിയോ അല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്, വിശദീകരിക്കപ്പെടുന്നത്. മറിച്ച് ഈ സംഭവങ്ങൾ വിശദീകരിക്കാൻ തെറ്റായ ചില വാർത്തകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വന്നപ്പോൾ അക്കാര്യം വിശദീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചതാണ് ഇവിടെ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമായി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഭരണ സംവിധാനം ഒരു ഉദ്യോഗസ്ഥനോട്, സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനോട്, അഴിമതിരഹിതനായ ഒരു ഉദ്യോഗസ്ഥനോട്, വളരെ തിളക്കമാർന്ന സർവീസ് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമാണിത്. ഇത് വളരെ തെറ്റായ സന്ദേശമാണ് നമ്മുടെ ബ്യൂറോക്രസിക്ക് നൽകുന്നത്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുകയും അഴിമതിരഹിതരായ ആളുകളെ വേട്ടയാടുകയും ചെയ്യുന്ന ഈ സംവിധാനം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ ജോലി ചെയ്യാൻ സത്യസന്ധരായി ഉണ്ടാവില്ല. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർ വാഴുന്ന ഒരു കാലമായി, ഒരു സ്ഥലമായി കേരളം മാറും എന്ന കാര്യത്തിൽ ഭരണകക്ഷിയായി ഏത് ഭരണമായിരിക്കും അതിന്റെ ഇമ്പാക്ട്. വളരെ നന്ദി ശ്രീ DB ബിനു. ഒപ്പം തന്നെ നമ്മോട് പ്രതികരിച്ച MP ജയരാജൻ, തോമസ് ഐസക്, PC ജോർജ്.